ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പ്രസൻ്റ് ആണ്. നമുക്കതിൻ്റെ റൂൾസ് അറിയാം. ഹി, ഷീ, ഇറ്റ് മുതലായ വരുമ്പോൾ വെർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം. ഐ, യു, വി, ദേ വരുമ്പോൾ നമ്മൾ വെർബ് മാത്രം ചേർത്താൽ മതി. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഫോം വരികയാണെന്നുണ്ടെങ്കിൽ ഹി, ഷീ, ഇറ്റ് മുതലായവയുടെ കൂടെ ഡസും ഐ, യു, വി, ദേയുടെ കൂടെ ഡൂവുമാണ് ചേർക്കേണ്ടത്. ഇത് നമ്മൾ സാധാരണയായിട്ട് പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ആർജിച്ചെടുത്തിട്ടുള്ള കഴിവുകൾ, പിന്നെ അല്ലെങ്കിൽ ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ, തത്വങ്ങൾ, പിന്നെ സിനിമ, സീരിയൽ, കഥകളൊക്കെ നമ്മൾ പറയുന്നത്, ഇതെല്ലാം നമ്മൾ സിമ്പിൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. എനിക്ക് ഇംഗ്ലീഷ് അറിയാം, ഐ നോ. അപ്പോൾ എക്സാമ്പിൾസ് അവരോട് എന്ത് ചെയ്യണമെന്ന് ഇംഗ്ലീഷ് അറിയാം, ഐ നോ ഇംഗ്ലീഷ്. അവരോട് എന്ത് ചെയ്യണമെന്ന് അവിടെ അറിയാം, നമ്മൾ നോസ് എന്ന് ചേർക്കണം. ഞാൻ 10:30 അവിടെ ഐ വന്നപ്പോഴെല്ലാം വെർബ് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഹി അവിടെ വെർബിന്റെ കൂടെ എസും ചേർത്തിട്ടുണ്ട്. അങ്ങ് ചേർത്താൽ മതിയായിരിക്കും. അടുത്ത എക്സാമ്പിൾ, എനിക്ക് മുൻപുള്ള ദിവസങ്ങളിലെ ദിനപത്രം കിട്ടാറുള്ളൂ. ഐ ഗെറ്റ് എവരി അതർ ഡേ. ഉള്ള അർത്ഥത്തിലാണ് എവരി അതർ ഡേ എന്ന് നമ്മൾ പറയുന്നത്. എവരി അതർ ഡേ എന്നാണ്. അതുപോലെ തന്നെ ഐയുടെ കൂടെ വെർബായിട്ടുള്ള ഗെറ്റാണ് ചേർത്തിരിക്കുന്നത്. ഇനിയും ഞങ്ങൾ മലയാള മനോരമയാണ് വരുത്തുന്നത്. വി ഗെറ്റ് മലയാള മനോരമ. അവിടെ വന്നതുകൊണ്ട് നമ്മൾ മലയാള മനോരമ. അടുത്തത്, ഞാൻ അവിടെ നിന്നും സാധനങ്ങൾ കടമായാണ് വാങ്ങുന്നത്. ഐ ബൈ തിങ്സ് ഓൺ ക്രെഡിറ്റ് വന്നതുകൊണ്ട് ഐ ബൈ താണനിലത്തെ നീരോടും വാട്ടർ ഫ്ലോസ് ഡൗൺ. അതൊരു ചൊല്ലാണ്. ഇവിടെ ഒന്ന് ചിരിച്ചതുകൊണ്ട് നഷ്ടമൊന്നുമില്ല, ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഒരു പറയാനുള്ള ചൊല്ലാണ് വാട്ടർ ഫ്ലോസ് ഡൗൺ. സ്മൈൽ എന്ന് പറയുന്നത് ഇറ്റ് എന്നുള്ള അർത്ഥത്തിലായതുകൊണ്ടാണ് വെർബിന്റെ കൂടെ ചിരിച്ചതുകൊണ്ട് നഷ്ടമൊന്നുമില്ല, ഒത്തിരി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. സ്മൈൽ നമ്മളിപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് സിമ്പിൾ പ്രസന്റ് ആയിട്ട് പറയും. അവിടെ സ്മൈൽ പറയുന്നത് ഇറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് നമ്മളിലോട്ട് പോകാം എന്ന് ചേർത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫോം എങ്ങനെയാണ് രൂപീകരിക്കുന്നത് എന്നുള്ളതാണ്. ഡു യു ഗെറ്റ് എസ് ടി? നിങ്ങൾക്ക് എസ് ടി കിട്ടുന്നുണ്ടോ? അവിടെ യു വന്നതുകൊണ്ട് നമ്മൾ ഡു ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബസ് നിർത്തുമോ? ഡു ബസ്സസ് സ്റ്റോപ്പ് ഹിയർ? അവിടെ ബസ്സസ് അതായത് പ്ലൂറൽ വന്നതുകൊണ്ട് ഡു ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അയാൾ കൈക്കൂലി വാങ്ങുമോ? ഡസ് ഹീ റിസീവ് ഡ്രൈവ്? നീ എവിടെ നിന്നാണ് സാധനങ്ങൾ വാങ്ങുന്നത്? വേർ ഡു യു ബൈ തിങ്സ് ഫ്രം? അവിടെ യു വന്നതുകൊണ്ട് ഡു ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഹീ വന്നതുകൊണ്ട് ഡസ്സിലാണ് നമ്മൾ തൊട്ട് മുകളിലത്തെ എക്സാമ്പിളിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നമുക്ക് നെഗറ്റീവ് ഫോമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. അത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഐ ഡോണ്ട് ഗെറ്റ് എസ് ടി ഓൺ സാറ്റർഡേ. എനിക്ക് ശനിയാഴ്ചകളിൽ എസ് ടി കിട്ടാറില്ല. ഐ ഡോണ്ട് ഗെറ്റ്. ഓക്കെ. അതുപോലെ വി ഡോണ്ട് റിസീവ് ഡൊണേഷൻസ്. ഞങ്ങൾ കൈക്കൂലി വാങ്ങാറില്ല. വി വന്നതുകൊണ്ട് നമ്മളവിടെ ഡൂവിൻ്റെ നെഗറ്റീവ് ഫോം ഡോണ്ട് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ ഒന്ന് നോക്കാം. വേർ ഡു യു ലീവ്? ഐ ലിവ് അറ്റ് ഗാന്ധിനഗർ. അല്ലെങ്കിൽ നമുക്ക് പറയാം നോ, ഐ ഡോണ്ട് ലീവ് അറ്റ് ഗാന്ധിനഗർ, ഐ ലീവ് അറ്റ് ഫോർട്ട് കൊച്ചി. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് മനസ്സിലായല്ലോ. ഇതെല്ലാം നമ്മൾ പ്രസൻറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. ഐ വന്നതുകൊണ്ട് അവിടെ ലീവ് ചേർത്തിരിക്കുന്നു. ഡു യുവർ ബ്രദർ ആൻഡ് ഹിസ് ഫാമിലി ലീവ് സെപ്പറേറ്റ്ലി? അതായത് നിങ്ങളുടെ ബ്രദറും ഫാമിലിയും സെപ്പറേറ്റ് ആയിട്ടാണോ താമസിക്കുന്നത്? അപ്പോൾ ഒന്നുകിൽ പറയാം യെസ് ദേ ലീവ് സെപ്പറേറ്റ്ലി. അതെ, അവർ സെപ്പറേറ്റ് ആയിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെ ചോദിക്കാം? വൈ ഡസ് ഹി ലീവ് സെപ്പറേറ്റ്ലി? അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുന്ന സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, അതിൻ്റെ ഉപയോഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.